അപ്പോൾ വെൽക്കം ബാക്ക്. അതെ, കുറച്ച് ദിവസമായി വീഡിയോ വന്നെന്ന് എനിക്കറിയാം. എനിവേ നമുക്ക് ടെക് ന്യൂസ് വെച്ച് ശുഭകാര്യം തുടങ്ങിയേക്കാം. അപ്പോൾ ആദ്യം തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, സോ ഫസ്റ്റ് ന്യൂസ് ഈസ് അബൌട്ട് OnePlus. അതെ, നമ്മൾ കുറേ നാളായിട്ട് കാത്തിരിക്കുന്ന ഒരു ഫോണായിരുന്നു OnePlusന്റെ Note 4 വന്നിട്ടുണ്ട്. വരാൻ പോകുന്നുണ്ട്. ജൂലൈ 16 ലോഞ്ച് ചെയ്യുന്നത്. അപ്പം OnePlus Note 4 പറ്റി ഓവറോൾ പറയുന്നത് 8S Gen 3 വെച്ചൊക്കെ ഉള്ള ഒരു ഫോണാണ്. അപ്പോൾ റിയൽമി OnePlusഉം ചേട്ടനും അനിയനാണ്. അവരുടെ പറഞ്ഞ പോലെ ഫാദറായ ഒപ്പോയുണ്ട്, കൊപ്പോയുടെ വല്യപ്പനായിട്ടുള്ള BBK ഇലക്ട്രോണിക്സ്, പിന്നെ കസിൻസ് ആയിട്ടുള്ള IQ. വല്ലാത്ത സംഭവമാണ്. എനിവേ, അപ്പം ഇതൊക്കെ കൊണ്ട് OnePlus Note 4 ഡിസൈൻ നോക്കിക്കഴിഞ്ഞാൽ റിയൽമി GT6 ചെറിയ രീതിയിലൊക്കെ അവിടെ ഇവിടെയൊക്കെ മാച്ച് ചെയ്യുകയും OnePlus Note 3 ഒക്കെ ആയിട്ട് ചെറിയ എന്തൊക്കെയോ സിമിലാരിറ്റീസും അങ്ങനെയൊക്കെ തോന്നുന്നുണ്ട്. പിന്നെ 8S Gen 3 വെച്ച് ഓൾറെഡി നിങ്ങൾക്കറിയാം റിയൽമി GT6 അവിടെ ഉണ്ട്. അപ്പം ആ ഒരു പ്രൈസ് റേഞ്ച് പ്രതീക്ഷിച്ചാൽ മതി. 35 to 40 ആ റേഞ്ച് ആയിരിക്കും എനിക്ക് തോന്നുന്നത്. അതാണ്. അപ്പോൾ ഇവർ 12R എന്തിനാ ഇറങ്ങി? ഇറ്റ്സ് എ ക്വസ്റ്റ്യൻ. എനിവേ, ഒരു 35-36 ഒക്കെ ആയിരിക്കാം റേറ്റ്. എന്തായാലും 8S Gen 3 ചിപ്സെറ്റ് നല്ല കേട്ടോ. ചിപ്സെറ്റ് വെച്ച് 8S Gen 3 അടിപൊളിയാണ്, വളരെ സ്റ്റേബിളാണ്. 7+ Gen 3 ബെറ്ററാണ്, 8 Gen 2 ബെറ്ററാണ് ഒരു രീതിയിൽ. സോ 8S Gen 3 സ്കിഡില്. പിന്നെ ഓഫ് കോഴ്സ് അതിനകത്ത് AMOLED ഡിസ്പ്ലേ, പിന്നെ ക്യാമറ, സോണിയുടെ ക്യാമറ സെറ്റപ്പ് ഒക്കെ ഉണ്ട്. കൊള്ളാം. അപ്പം നോക്കാം. അതേപോലെ തന്നെ ഇതിൻ്റെ കൂടെ OnePlusന്റെ Pad 2 എന്ന് പറഞ്ഞൊരു ഫോണോട് ഇറങ്ങുന്നുണ്ട്. OnePlus Pad 2 ഇറ്റ്സ് എ ടാബ്ലറ്റ്. അപ്പോൾ ടാബ്ലറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിക്കും ഏതെങ്കിലും MediaTekന്റെ 30 ചിപ്സെറ്റ് ആയിരിക്കും. അല്ല, സ്നാപ്ഡ്രാഗണിൻ്റെ ചിപ്സെറ്റാണ്. Qualcomm Snapdragon 8 Gen 3 വെച്ച് തന്നെ ഒരു ഫ്ലാഗ്ഷിപ്പ് ലെവൽ ടാബ്ലറ്റ് ആണ്. അപ്പോൾ ടാബ്ലറ്റ് മോഹികൾ ആൻഡ്രോയിഡിലേക്ക് തിരിച്ചു വരൂ. ഇറ്റ്സ് ഗുഡ്. 8 Gen 3 യെസ്. അപ്പോൾ നല്ല കാര്യമാണ്. OnePlus Pad 2 എനിക്ക് ഇഷ്ടപ്പെട്ടു. സംഭവം അതിൻ്റെ സ്പെസിഫിക്കേഷൻസ് ഒക്കെ നൈസാണ്. 8 Gen 3 13 MP ക്യാമറ, 9000 സംതിങ് mAh ബാറ്ററി, IPS LCDയുടെ സ്ക്രീനാണ്, 144 Hz റിഫ്രഷ് റേറ്റുള്ള. സോ ഓവറോൾ നൈസാണ്. അപ്പോൾ ജൂലൈ 16 എല്ലാം കൂടെ വരും. നമുക്ക് നോക്കാം. അടുത്തായിട്ടുള്ള ന്യൂസ് വന്നിരിക്കുന്നത് നമ്മുടെ സാംസങ്ങിൻ്റെ C Fold 6 പറ്റിയാണ്. ഡൈനാമിക് AMOLED 2x into ഡിസ്പ്ലേ ആണ് രണ്ട് വശത്തും. ഓഫ് കോഴ്സ് Qualcomm Snapdragon 8 Gen 3 ആണ്. 50 MP ക്യാമറ സെറ്റപ്പ് ഒക്കെയാണ്. കൊള്ളാം, നമുക്ക് നോക്കാം എന്താവുന്നത്. അടുത്തായിട്ടുള്ള ന്യൂസ് വന്നിരിക്കുന്നത് നമ്മുടെ റിയൽമി അണ്ണൻ്റെ ഭാഗത്തു നിന്നാണ്. അതെ, റിയൽമി പഴയ ആ ഒരു ഫോമിലേക്ക് എത്തിയിരിക്കുകയാണ്. ആഴ്ചയിലാഴ്ച ഫോൺ ഇറക്കാം. അതെ, 12 Pro Plusഉം 12 ഒക്കെ ഇറക്കി വളരെ കുറച്ച് മാസങ്ങളായിട്ടുള്ളൂ. യു നോ ദാറ്റ്. അടുത്തത് 13 Proയും 13 Pro Plusഉം വരികയാണ്. ഫ്ലിപ്കാർട്ടിൽ അതിൻ്റെ സംഭവമൊക്കെ വന്നിട്ടുണ്ട്. 13 Pro Plusലേക്ക് സ്പെസിഫിക് ആയിട്ട് നോക്കുകയാണെങ്കിൽ 7S Gen 2 ചിപ്സെറ്റ് ആണ്. എനിക്കറിയത്തില്ല ഈ 12ഉം 13ഉം തമ്മിൽ എന്ത് വ്യത്യാസമാണ് ഇവർ ഉദ്ദേശിച്ചതെന്ന്. 12 Pro Plusലും 7S Gen 2 ആയിരുന്നു, ഇതിലും 7S Gen 2. എന്തായാലും 31,000 ആയിരിക്കും പ്രൈസ്. 12 Pro Plusന് ക്യാമറ നല്ലതാണെന്ന് ഞാനിങ്ങനെ കേട്ടു. പേഴ്സണലി ഞാൻ അതിനെപ്പറ്റി കൂടുതൽ റിസർച്ച് ചെയ്തിട്ടില്ല. എനിവേ, അത് യൂസ് ചെയ്യുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ 13 Pro Plusനകത്ത് നമുക്ക് സോണിയുടെ തന്നെ LYT ഒരു സെൻസറാണ് 701. LYT 701 ആണ്. വിത്ത് LYT 600 സെൻസറും ഉണ്ട്. അത് പെരിസ്കോപ്പ്. അപ്പം ക്യാമറ സിസ്റ്റം ഇച്ചിരി പവറാണ്. പക്ഷേ ഈ ചിപ്സെറ്റ് എനിക്കറിയില്ല. 31,000 ഇവർ പിന്നെ 7S Gen 2 ഒരു ജനറേഷൻ മാറുമ്പോൾ ചിപ്സെറ്റ് മാറിക്കൂടെ? പിന്നെ ആരോട് പറയും? റിയൽമി ആണ് അങ്ങനെ സംവിധാനം തന്നെ കൊണ്ടുവന്നത്. അതായത് ഒരേ അടുപ്പിച്ച് 3 സീരീസ് ഓഫ് ഫോൺസിന് ഒരേ ചിപ്സെറ്റ് ഇറക്കാം. അപ്പം പറഞ്ഞിട്ട് കാര്യമില്ല, നന്നാകത്തില്ല, നമുക്ക് വെറുതെ പറയാന്നേ ഉള്ളൂ. അതെ, കൂടെ 13 Pro ഉണ്ട്. അതിനെപ്പറ്റി എനിക്ക് കറക്റ്റ് വ്യക്തതയില്ല. മേ ബി 7S Gen 2 ആയിരിക്കും. കുറച്ച് ക്യാമറ കുറച്ച് താത്തിയൊക്കെ ആയിരിക്കും. അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ചിപ്സെറ്റ് അവർ തന്നെ ചിലപ്പോൾ ഇന്നോവേറ്റ് ചെയ്തെടുക്കും. അപ്പം നോക്കാം. അതിനെപ്പറ്റി ഞാൻ കൂടുതൽ റിസർച്ച് ചെയ്തില്ല. എനിവേ, നോക്കിയിട്ട് ഞാൻ പറയാം. അടുത്തായിട്ടുള്ള ന്യൂസ് വന്നിരിക്കുന്നത് നമ്മുടെ മോട്ടോ അണ്ണൻ്റെ ഭാഗത്തു നിന്നാണ്. മോട്ടോ G85 വരുന്നുണ്ട്. അപ്പം ഞാൻ ഓൾറെഡി നമ്മുടെ 6S Gen 3 പറ്റി ഒരു വീഡിയോ ചെയ്തായിരുന്നു. നിങ്ങൾക്ക് കണ്ടിട്ടുണ്ടോയെന്ന് അറിയില്ല. 6S Gen 3 is exactly 695. ആ ഒരു പന്ന ചിപ്സെറ്റ് തന്നെയാണ്. ആ 695 എന്ന് പറഞ്ഞ സാധനം പേര് മാറ്റി 6S Gen 3 ഇറക്കുകയാണ്. മോട്ടോയും പിന്നെയും ഈ പറഞ്ഞ ആവശ്യമില്ലാത്ത പരിപാടിയിലേക്കാണ് പോകുന്നത്. ഒന്നാമത് അവർക്ക് മാർക്കറ്റ് ഷെയർ ഇല്ല, എന്നിട്ട് ഇങ്ങനത്തെ വൃത്തികേട് കാണിക്കേണ്ട കാര്യമില്ല. ഓൾറെഡി നല്ല ഫോൺസാണ് അവർ ഇറക്കുന്നത്. പിന്നെ ഈ 6S Gen 3 ആൾക്കാരെ പറ്റിക്കാൻ വേണ്ടി എന്തിനാണ്? G84 695, G85 695 തന്നെയാണ്. 6S Gen 3 പേര് വ്യത്യാസം മാത്രമേ ഉള്ളൂ. എന്നെ പറയാനാണ്. അപ്പം ഇപ്പോൾ വരുന്നതിന് മുമ്പ് തന്നെ ഡോണ്ട് ബൈ, ദാറ്റ്സ് ഓൾ. അത്രേ ഉള്ളൂ. അതെ, അതിൽ കൂടുതലൊന്നുമില്ല. ചില ഫോൺസൊക്കെ ഞാൻ ആദ്യമേ ഡോണ്ട് ബൈ എന്ന് പറഞ്ഞിട്ട് ആ കമൻറ്റ് സെക്ഷൻ ഞാൻ നോക്കുമ്പോൾ എന്താ ബ്രോ ഒരു ഡിസ്പ്ലേയുടെ പേരും പറഞ്ഞുകൊണ്ട് എന്തിനാണ് ഒരു ഫോൺ ഡീഗ്രേഡ് ചെയ്തതെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഞാൻ ഈ പറഞ്ഞ എനിക്കറിയാവുന്ന ഒരാൾ G34 മോട്ടോയുടെ ഒരു ഫോൺ എടുത്തിട്ട് പറഞ്ഞു പെർഫോമൻസ് ഒക്കെ അടിപൊളി, ഡിസ്പ്ലേ കാശിന് കൊള്ളത്തില്ലെന്ന് പറഞ്ഞു. ഞാൻ ആദ്യമേ തന്നെ പറഞ്ഞാണ് HD+ ഡിസ്പ്ലേ എടുക്കരുതെന്നുള്ള. HD+ ഡിസ്പ്ലേ 11,000 രൂപയ്ക്കൊന്നും പോയി എടുക്കരുത്. അത് പറഞ്ഞപ്പം
മീൻസ് ആ ഒരു ആള് വീഡിയോ കണ്ടിട്ടില്ല, പക്ഷെ ഞാൻ ആ ഒരു ആദ്യമേ ഇനീഷ്യലി ആ ഫോൺ ഇറക്കിയപ്പോൾ തന്നെ ആ ഡിസ്പ്ലേയുടെ പോയിന്റിൽ തന്നെ ഞാൻ ആ ഫോണിനെ പറ്റിയുള്ള സംസാരം നിർത്തിയതാണ്. കാരണം പിന്നെ നമുക്ക് മുന്നോട്ട് പോകേണ്ട കാര്യമില്ല, അത്രയ്ക്ക് മോശമാണ് IPS LCDയുടെ HD+, ഫുൾ HD+ നമ്മൾ അർഹിക്കുന്നു 11,000 രൂപ കൊടുക്കുമ്പോൾ. അതാണ് ഞാൻ പറഞ്ഞത്. പക്ഷേ ബാക്കിയല്ല ഇല്ലേ ബ്രോ എന്നാണ് ചോദിച്ചത്. എന്തായാലും അത് ഉപയോഗിക്കുന്നവർക്കറിയാം, ഡിസ്പ്ലേ നിങ്ങൾ സൂക്ഷിച്ച് നോക്കുക. ചിലർക്കത് മനസ്സിലാകത്തില്ല, ചിലർക്കത് കറക്റ്റായിട്ട് മനസ്സിലാവും. പക്ഷെ ഒരു നോർമൽ യൂസറിന് മനസ്സിലാവും. അതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എനിവേ, അടുത്തായിട്ടുള്ള ന്യൂസ് വന്നിരിക്കുന്നത് നമ്മുടെ എയർടെലിൻ്റെ ഭാഗത്തു നിന്നാണ്. അപ്പോൾ എയർടെലിന് 375 മില്യൺ, അതായത് 37.5 കോടി ജനങ്ങളുടെ ഡേറ്റാസ് ബ്രീച്ച് ആയിരിക്കുകയെന്ന് ഒരു ഹാക്കർ പറഞ്ഞിരിക്കുകയാണ്. അതെ, ഹാക്കർ പറയുന്നത് ഞാനത് വിൽക്കാനിട്ടിരിക്കുകയാണ്. അതെ, വിൽക്കാനിട്ടിരിക്കുകയാണ്. ഞാൻ 37.5 കോടി ജനങ്ങളുടെ ഡേറ്റാസ് വിൽക്കാനിട്ടിരിക്കുകയെന്ന് പറഞ്ഞു. അതിനുശേഷം എല്ലാവരും ഒന്ന് പേടിച്ചു. ഓഫ് കോഴ്സ് എയർടെലും പേടിച്ച് കാണും. എയർടെൽ അത് കഴിഞ്ഞൊരു സ്റ്റേറ്റ്മെൻറ്റ് ഇറക്കി, ഞങ്ങളുടെ ഇൻവെസ്റ്റിഗേഷൻ അനുസരിച്ച് അങ്ങനെ ഒരു സംഭവം നടന്നിട്ടില്ല, ഇറ്റ്സ് ജസ്റ്റ് ഫോൾസ് മിസ്ലീഡിങ്, ഞങ്ങളുടെ കമ്പനി നശിപ്പിക്കാൻ വേണ്ടിയാണെന്ന് എയർടെലും പറഞ്ഞു. അപ്പോൾ നമുക്കറിയില്ല ഡേറ്റാസ് പോയോ എന്നറിയത്തില്ല, പോയാലും നമ്മൾ അറിയത്തില്ല. കാരണം പോവാണെങ്കിൽ അത് ഡാർക്ക് വെബിലായിരിക്കും പോകുന്നത്. അതിനകത്ത് കയറി നോക്കാൻ ആർക്കും കുറച്ച് പേര് നോക്കുമായിരിക്കും. ഇനി പോയില്ലോ എന്ന് എനിക്കറിയത്തില്ല. എയർടെൽ ഇങ്ങനെ സ്റ്റേറ്റ്മെൻറ്റ് നടത്തി, കേസ് ക്ലോസ്ഡ്. ഐ ഡോണ്ട് നോ, ഡേറ്റാസ് പോയെങ്കിൽ വി ആർ ക്ലോസ്ഡ്. അടുത്തായിട്ടുള്ള ന്യൂസ് വന്നിരിക്കുന്നത് നമ്മുടെ MediaTek അണ്ണൻ്റെ ഭാഗത്തു നിന്നാണ്. അതെ, എന്നാണ് അതിൽ ഞാൻ ഈ ന്യൂസ് ചാനൽ പോലെ പറയുന്ന പോലെ എനിക്കൊരു ഫീൽ എന്നാ തന്നെ വന്ന കേട്ടോ, ക്ഷമിക്കണം. പണ്ട് ഞാൻ ഒരു ന്യൂസ് ചാനൽ നടത്താൻ നോക്കിയത്, പക്ഷേ നടന്നില്ല. ഐ മീൻ ടെക് ന്യൂസ് വിത്ത് ഫൺ തകർന്നുപോയി. എനിവേ, Dimensity 7300 പറ്റി നമ്മൾ കാര്യമായിട്ട് കേൾക്കുന്നുണ്ട്. കാരണം CMF ഫോൺ 1 അതാണ്. ഓൾറെഡി കുറേ കോൺട്രവേഴ്സി വന്നു. 7300 ഈസ് വേഴ്സ്റ്റ് ദാൻ 7200. അതായത് 7200 താഴെയാണ് 7300. നെയിമിംഗ് സ്കീം വെച്ച് ആൾക്കാരെ പറ്റിക്കുക എന്നാണ്. അത് ഓൾറെഡി നമ്മൾ ആ ചിപ്സെറ്റ് ഇറങ്ങിയപ്പോൾ തന്നെ ഞാൻ ആ വീഡിയോ ചെയ്തായിരുന്നു. അതിനുശേഷമാണ് ആ കോൺട്രവേഴ്സി ഉണ്ടാകുന്നത്. മീൻസ് നമ്മുടെ വീഡിയോ വെച്ചല്ല, മീൻസ് അതിനുശേഷമാണ് അതിനൊരു ടോക്ക് ട്വിറ്ററിൽ നടന്നത്, ടെക്കിലൊരു. ഞാനത് ആദ്യമേ കണ്ടപ്പോൾ തന്നെ ഞാൻ എപ്പോഴും നോക്കുന്നത് ആ ഫോണിൻ്റെ കോർ ഏതാന്ന്, ആ പെർഫോമൻസ് അല്ല പ്രോസസ്സറിൻ്റെ കാര്യം വരുമ്പോൾ ആദ്യം ഞാൻ കോർ സ്പെക്സ് നോക്കിയിട്ട് ഇതിന് മുമ്പുള്ള ആ കോർ സ്പെക്സും കമ്പയർ ചെയ്ത് നോക്കി എങ്ങനെയാണെന്നുള്ളത്. അതിനുശേഷം എനിക്കത് മനസ്സിലായിരുന്നു. കാരണം അത് 7050 ഒരു സക്സസറാണ്, 7200 താഴെയാണെന്നുള്ളത്. അതുകൊണ്ടാണ് ഞാൻ അപ്പം തന്നെ വീഡിയോ ചെയ്തത്. അപ്പം ആ ഒരു സംഭവം വളരെയേറെ കോൺട്രവേഴ്ഷ്യലായി. അതായത് CMFനും MediaTekനും എതിരെ നല്ല വിമർശനം വന്നു. CMFിനെ പോട്ടെ, MediaTek കണ്ണിനിട്ട് തൂത്ത് വാരിയിട്ടുണ്ട്. അതേ പാരലിൽ തന്നെ Qualcommന്റെ ഞാൻ പറഞ്ഞാൽ 6S Gen 3 അതിനിട്ടും അത്യാവശ്യം കിട്ടിയിട്ടുണ്ട്. എസ് എന്ന് പറയുന്നതും ഇവരുടെ, അതായത് S സീരീസ്, പിന്നെ പേരിലേക്ക് ഇങ്ങനെ മാറ്റുക, Ultra X Pro തുടങ്ങിയ വാക്കുകൾ ഒരു നമ്പറിന് കൂടെ ചേർത്ത് കഴിഞ്ഞാൽ ഏതാണ്ട് തേങ്ങയാന്ന് പറയുന്ന ഒരു സംവിധാനമാണ് ഇവർ ചെയ്യുന്നത്. എനിവേ, ഇറ്റ്സ് വേഴ്സ്റ്റ് മാർക്കറ്റിംഗ്, അത്രേ ഉള്ളൂ. അപ്പോൾ MediaTek പുതിയൊരു സാധനമായിട്ട് വന്നിരിക്കുകയാണ്, 7300X. ട്വിറ്റർ അല്ല കേട്ടോ, X. എനിവേ, 7300X എക്സിസ്റ്റിംഗ് ആണ്. അതെ, അതിന് ഏത് ഫോണിൽ വരുമെന്ന് അറിയത്തില്ല. ഫോർ ദ റെഫറൻസ്, 7300X ഇസ് എക്സാക്ട്ലി സെയിം ആസ് 7300. രണ്ടും സെയിം ആണ്. പിന്നെയും ഇവർ ആൾക്കാരെ പറ്റിക്കുകയാണ്, നമ്മളിത് കേട്ടോണ്ടിരിക്കുകയാണ്. എന്ത് ചെയ്യാൻ പറ്റും? അതാണ് അടുത്തായിട്ടുള്ള ന്യൂസ്. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ന്യൂസാണ്. CMF ഫോൺ 1ന്റെ പ്രൈസ് ലീക്ക് ആയിരിക്കുകയാണ്. അതെ, ഫ്ലിപ്കാർട്ട് അവരുടെ ആഡ് അറിയാതെ എവിടെയൊക്കെയോ കാണിച്ചു. നല്ലതാണ് കേട്ടോ, പരസ്യമൊക്കെ വളരെ നല്ലതാണ്. 14,999 രൂപയാണ് പ്രൈസ് വന്നിരിക്കുന്നത്. അത് ഓഫർ പ്രൈസാണെന്ന് തോന്നുന്നു. 17,999 എന്ന് പറഞ്ഞ പ്രൈസിനെ വെട്ടിയിട്ടാണ് 14,999 കാണിക്കുന്നത്. അപ്പം ഗസ് എന്ന് പറയുന്നത് 18,000 രൂപയ്ക്ക് ഇത് ലോഞ്ച് ചെയ്യുകയും ശേഷം ബാങ്ക് ഓഫേഴ്സോട് ചേർത്ത് 15,000 രൂപയ്ക്ക് ആവാം. എന്തായാലും 18,000 രൂപയൊക്കെയാണ്, നോക്കാം. പിന്നെ Dimensity 7300 ഉഡായിപ്പ് ചിപ്സെറ്റ് ആണല്ലോ അതിനകത്തുള്ളത്. നമുക്ക് അതിനെപ്പറ്റി ഇപ്പോൾ ഒന്നും പറയാനില്ല, യൂസ് ചെയ്ത് നോക്കിയാലേ പറയാൻ പറ്റുള്ളൂ. എനിവേ, കൊള്ളാം, നല്ല അടിപൊളി പ്രൈസിങ്, ബാങ്ക് ഓഫേഴ്സ് വെച്ച് കൊള്ളാം കേട്ടോ. ബാക്കി നമുക്ക് പിന്നെ സംസാരിക്കാം. അപ്പോൾ ഇത്രയൊക്കെയാണ് ന്യൂസ്. പുതിയൊരു വീഡിയോ ആയിട്ട് എല്ലാവർക്കും